ചിത്രകൂടത്തിലിരുന്നാൽ ഇനിയും അയോധ്യവാസികൾ കാണാനെത്തുമെന്ന് മനസ്സിലാക്കിയ രാമൻ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അത്രിമുനിയുടെ ആശ്രമം സന്ദർശിച്ചതിനു ശേഷം ദണ്ഡകാരണ്യത്തിലേക്ക് കടന്നു. പെട്ടെന്നാണ് ഒരു ഭീകരസ്വത്വം തങ്ങൾക്ക് നേരെ ഓടിവരുന്നത് രാമലക്ഷ്മണന്മാർ കണ്ടത്. സീത പേടിച്ചു നിലവിളിച്ചു. വിരാതൻ എന്ന രാക്ഷസനായിരുന്നു അത്. ജീവൻ വേണമെങ്കിൽ കൂടെയുള്ള സുന്ദരിയായ പെണ്ണിനെ അവിടെ നിർത്തി ഓടി രക്ഷപ്പെട്ടോളാനായിരുന്നു രാമലക്ഷ്മണന്മാരോട് വിരാതന്റെ നിർദ്ദേശം. രാമനൊന്ന് ചിരിച്ചു. ലക്ഷ്മണനെ നോക്കി കാര്യം മനസ്സിലായി സൗമിത്രി വിരാതന് നേരെ അമ്പു തൊടുത്തു. കൃശഗാത്രരായ രണ്ടു മനുഷ്യർക്ക് ഇത്ര ധൈര്യമോ? വിരാതന് കോപം കൊണ്ട് കണ്ണു കാണാതായി. രാമലക്ഷ്മണന്മാർക്ക് നേരെ പാഞ്ഞെടുത്തു. 2 ശരങ്ങൾ കൊണ്ട് രാമൻ വിരാതന്റെ 2 കൈയും ഛേദിച്ചു. എന്നിട്ടും പതറാതെ വായും പിളർന്ന് പാഞ്ഞു വന്നു. 2 അമ്പുകൾ കൊണ്ട് കാലും മുറിച്ചു. എന്നിട്ടും അടങ്ങാത്ത രാക്ഷസനെ അർദ്ധചന്ദ്രാകാരമായ അമ്പുകൊണ്ട് രാമൻ തലയെരിഞ്ഞു. മൃതനായ വിരാതനിൽ നിന്ന് പ്രഭയോടെ ഒരു രൂപം പൊങ്ങി വന്നു. തമ്പുരു എന്ന ഗന്ധർവൻ മുനിശാപത്താൽ രാക്ഷസനായതാണ്. ശ്രീരാമശരമേറ്റ് മരിക്കുമ്പോൾ ശാപമോക്ഷം ലഭിക്കുമെന്നായിരുന്നു മുനി പറഞ്ഞിരുന്നത്. ശ്രീരാമനെ സ്തുതിച്ച് ഗന്ധർവൻ യാത്രയായി. രാമലക്ഷ്മണന്മാരും സീതയും വീണ്ടും യാത്ര തുടർന്നു. ശരഭംഗ മുനിയുടെ ആശ്രമം, സുധീഷ്ണാശ്രമം, അഗസ്ത്യാശ്രമം എന്നിവ പിന്നിട്ടു. മുനിമാരുടെ നിർദ്ദേശപ്രകാരം പഞ്ചവടിയിൽ താമസിക്കാൻ തീരുമാനിച്ചു. പോകുന്ന വഴിക്ക് ദശരഥന്റെ പഴയ സുഹൃത്തായ പക്ഷിശ്രേഷ്ഠൻ ജടായുവിനെയും കണ്ടു. പഞ്ചവടിക്ക് അടുത്തു തന്നെ തങ്ങൾക്ക് കൂട്ടായിരിക്കണമെന്ന് രാമൻ നിർദ്ദേശിച്ചു. ജടായു സന്തോഷത്തോടെ സമ്മതിച്ചു. പഞ്ചവടിയിൽ ലക്ഷ്മണൻ മനോഹരമായ പർണശാല കെട്ടി താമസിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തു. ഗോദാവരിക്ക് സമീപം കാനന ഭംഗികൾ ആസ്വദിച്ച് രാമലക്ഷ്മണന്മാരും സീതയും സസുഖം ജീവിച്ചു. രാമഭക്തിയോടെ കൊട്ടാരത്തിന് വെളിയിൽ താമസിക്കുന്ന ഭരതനെയും ശത്രുഘ്നെയും അവരോർത്തു. മക്കളാരും അടുത്തില്ലാതെ കഴിയുന്ന അമ്മമാരെക്കുറിച്ച് ആകുലപ്പെട്ടു. സഹോദര പത്നിമാരെ പറ്റി ചിന്തിച്ചു. എന്നൊരുമിച്ച് കൂടാമെന്നാലോചിച്ച് മൂവരും നെടുവീർപ്പെട്ടു. ദണ്ഡകാരണ്യത്തിലൂടെ കറങ്ങി നടന്നിരുന്ന ഒരു രാക്ഷസി അപ്പോഴവിടെ എത്തി. മനോമോഹനമായ ശ്രീരാമ രൂപം കണ്ട് മോഹിച്ച് സുന്ദര വേഷം പൂണ്ട് അവൾ രാമന്റെ അടുത്തെത്തി. സുന്ദരന്മാരായ നിങ്ങൾ ആരാണ്? കൂടെയുള്ള പെണ്ണേത്? ഇവിടെ എന്തു ചെയ്യുന്നുവെന്ന് ചോദിച്ചു. രാമൻ വിവരങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആരാണെന്ന് നിശാചരിയോട് ചോദിച്ചു. രാവണ സഹോദരി ശൂർപ്പണഖ. ഇവിടെ അടുത്ത സഹോദരന്മാരായ ഖരനും ദൂഷനും ത്രിശിരസനുമൊപ്പം താമസിക്കുന്നുവെന്ന് രാക്ഷസി മറുപടിയും കൊടുത്തു. ഭവതിക്ക് ഞങ്ങൾ എന്ത് ചെയ്യേണ്ടുവെന്ന് രാമൻ. ഈ വിരൂപയായ പെണ്ണിനെ കളഞ്ഞ് എന്നെ വിവാഹം കഴിക്കുമെന്ന് ശൂർപ്പണഖ. എനിക്ക് പറ്റില്ല, അവനോട് ചോദിക്കുമെന്ന് രാമൻ തമാശ പറഞ്ഞു. അവൾ ലക്ഷ്മണനടുത്തെത്തി. ലക്ഷ്മണൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെയും ഇവിടെയും ചോദിച്ച് ദേഷ്യം പിടിച്ച നിശാചരി സ്വന്തം രൂപം കാട്ടി സീതയെ തിന്നാനെടുത്തു. ഓടി വന്ന ലക്ഷ്മണൻ ശൂർപ്പണയ്ക്ക് നേരെ വാളോങ്ങി. അംഗഭംഗം വന്ന നിശാചരി അലറിക്കൊണ്ട് ഓടിപ്പോയി. പടയുമായി രാവണൻ ഇപ്പോൾ വരുമെന്ന് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. ആയുധങ്ങൾ എടുത്തു വയ്ക്കാൻ നിർദ്ദേശവും കൊടുത്തു. ഓടിപ്പോയ ശൂർപ്പണഖ സഹോദരനായ ഖരനു മുന്നിൽ ആർത്തുലച്ചു വീണു. സഹോദരിയുടെ അവസ്ഥ കണ്ട് ഖരൻ കോപാക്രാന്തനായി. ആരാണ് നിന്നെ ഇങ്ങനെ ചെയ്തത്? ഖരൻ അലറി. പഞ്ചവടിയിൽ താമസിക്കുന്ന 2 താപസന്മാർ, രാമനും ലക്ഷ്മണനും അവർക്കൊപ്പം സുന്ദരിയായ ഒരു പെണ്ണുമുണ്ട്, സീത. രാമൻ പറഞ്ഞിട്ട് ലക്ഷ്മണനാണ് എന്നെ ഇങ്ങനെ ചെയ്തത്. ശൂർപ്പണഖ അലറിക്കരഞ്ഞു. സഹോദരിയുടെ കരച്ചിൽ കേട്ട് ഖരന് കോപം കൊണ്ട് കണ്ണുകൾ കാണാതായി. പറയ്, നിനക്കെന്തു വേണം? ഖരൻ ചോദിച്ചു. അവരെ കൊന്ന് രക്തം കുടിക്കണം. നീ അതെനിക്ക് ചെയ്തു തരണം. ശൂർപ്പണഖ മനസ്സു തുറന്നു. ശരി, ആരവിടെ? ആ മനുഷ്യാതന്മാരെ കൊന്ന് അവരുടെ കൂടെയുള്ള സുന്ദരിയെ എൻ്റെ അടുക്കൽ എത്തിക്കൂ. 14 രാക്ഷസർ പോകട്ടെ, നീയും പോ അവർക്കൊപ്പം. അവന്മാരെ കാണിച്ചു കൊടുക്ക്. കണ്ണീർ തുടച്ച് ശൂർപ്പണഖ നടന്നു പഞ്ചവടിയിലേക്ക്. കൂടെ 14 ഉഗ്രന്മാരായ രാക്ഷസന്മാരും. രാക്ഷസന്മാർ വരുമെന്നറിയാമായിരുന്ന രാമൻ നേരത്തെ തന്നെ യുദ്ധസന്നദ്ധനായി നിലകൊണ്ടിരുന്നു. സീതയെ ലക്ഷ്മണനൊന്നിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. 14 പേർ വന്ന് രാമനോടേറ്റു. 14 അമ്പുകൊണ്ട് എല്ലാവരുടെയും കഥ കഴിച്ചു. ശൂർപ്പണഖ വീണ്ടും പേടിച്ച് ഒറ്റയോട്ടം വെച്ചു കൊടുത്തു. ഖരന് മുന്നിൽ ചെന്ന് വീണ് അലറിക്കറിഞ്ഞു. ഖരനൊന്നും മനസ്സിലായില്ല. എവിടെ ധീരന്മാരായ രാക്ഷസ ശ്രേഷ്ഠന്മാർ? ആ മനുഷ്യരുടെ തല എവിടെ? രാമൻ അവരെ തെക്കോട്ടയച്ചെന്ന് ശൂർപ്പണഖ. ഖരൻ കലിതുള്ളി. പോരട്ടെ, നിശാചരർ 14,000 എന്ന് ഉത്തരവിട്ടു. അനുജന്മാരായ ദൂഷനോടും ത്രിശിരസനോടും കൂടെ വരാൻ പറഞ്ഞു. മൂവരും പെരുമ്പടയും പഞ്ചവടി ലക്ഷ്യമാക്കി പാഞ്ഞു. രാക്ഷസർ നോക്കിയപ്പോൾ ഒരു പീറ മനുഷ്യൻ. മരപൂരി ധരിച്ചിട്ടുണ്ട്. കയ്യിലുള്ള വില്ലും ആവനാഴിയുമാണ് ആകെ അലങ്കാരം. അയ്യേ, ഇവനാണോ രാമനെന്ന് ഖരനും അനുജന്മാരും പരസ്പരം നോക്കി പറഞ്ഞു. രാക്ഷസന്മാർ സകല ആയുധങ്ങളും എടുത്ത് രാമന് നേരെ യുദ്ധത്തിനിറങ്ങി. പിന്നെ അവിടെ ശ്രീരാമചാപത്തിൻ്റെ ഞാണൊലി മുഴക്കങ്ങളും രാക്ഷസന്മാരുടെ കരച്ചിലും മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ.
ധർമ്മമൂർത്തിയുടെ ജ്വലിക്കുന്ന രൂപം രാക്ഷസ മധ്യത്തിൽ ഉജ്ജ്വല പ്രഭയോടെ ഉയർന്നു ശോഭിച്ചു. രാമൻ അമ്പെടുക്കുന്നതും തൊടുക്കുന്നതുമൊന്നും കാണാൻ കഴിയാതെ രാമബാണങ്ങളേറ്റ് രാക്ഷസ പ്രവരർ കാലപുരിയിലേക്ക് ഘോഷയാത്രയായി. ഇത് കണ്ട് ചാടിയെത്തി ദൂഷണൻ. തേരും കുതിരകളും സാരഥിയും രാമബാണത്താൽ പൊടിപൊടിഞ്ഞു. ദൂഷണൻ മണ്ണിലിറങ്ങി ഭീമാകാരമായ ഇരുമ്പുലക്കയുമായി രാമന് നേർക്കെത്തി. കൈ അറുത്തിട്ട രാമൻ ഉലക്കിയെടുത്ത് ദൂഷണന്റെ തലയിൽ പ്രയോഗിച്ചു. തല പൊട്ടിത്തകർന്ന് ദൂഷണൻ തെക്കോട്ട് യാത്രയായി. അനുജൻ വീണത് കണ്ട് ക്രോധത്തോടെ ത്രിശിരസ് പാഞ്ഞെത്തി. 3 അമ്പ് രാമന് നേർക്കെയ്തു. രാമൻ 3 മുറിച്ചു കളഞ്ഞ് 3 എണ്ണം തിരിച്ചും പ്രയോഗിച്ചു. അവനത് തടഞ്ഞ് 100 എണ്ണം തിരിച്ച് രാമന് നേർക്കെയ്തു. അചഞ്ചലനായി സീതാപതി അവയും മുറിച്ച് 1000 ബാണം അങ്ങോട്ട് പ്രയോഗിച്ചു. വീരനായ ത്രിശിരസ് അവയെല്ലാം ഖണ്ഡിച്ച് രാമന് നേരെ 10,000 എയ്തു. അവയെല്ലാം മുറിച്ച് ചന്ദ്രക്കലയുടെ രൂപമുള്ള 3 ബാണമേത് ത്രിശിരസന്റെ 3 തലയും മുറിച്ചു കളഞ്ഞു. ക്രുദ്ധനായ ഖരൻ പ്രകാശവേഗമായ രഥവുമായി ശ്രീരാമന് നേർക്കെടുത്തു. ഇരുവരും മഴ പോലെ ബാണങ്ങൾ വർഷിച്ചു. ഭൂമിയും ആകാശവും കാണാത്ത രീതിയിൽ ബാണങ്ങൾ നിറഞ്ഞു. രാമന്റെ ആവനാഴി ഖരൻ ഏതു മുറിച്ചു. രാമന്റെ ശരീരത്തിലും അമ്പുകളേറ്റു. യുദ്ധം കണ്ടുനിന്ന യക്ഷകിന്നര ഗന്ധർവന്മാരും ദേവകളും മുനിമാരും വിഷമത്തിലായി. അഗസ്ത്യമുനി നൽകിയ ഇന്ദ്രദത്തമായ തുണീരവും വൈഷ്ണവ ചാപവും ശ്രീരാമന്റെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടു. അരനിമിഷം കൊണ്ട് ഖരന്റെ പടച്ചട്ട തകർന്നു. വില്ലും മുറിച്ചു രാമബാണം. അടുത്ത നിമിഷത്തിൽ ഖരന്റെ തേരും കുതിരകളും സാരഥിയും തകർന്നടിഞ്ഞു. ഗദയെടുത്ത് ഖരൻ ചാടിയപ്പോൾ രാമനതും തകർത്തെറിഞ്ഞു. പെട്ടെന്ന് മറ്റൊരു തേരിൽ ചാടിക്കയറി പരാക്രമിയായ ഖരൻ ദിവ്യാസ്ത്രമേത് രാമനോടേറ്റു. ഖരൻ ആഗ്നേയം പ്രയോഗിച്ചു. രാമൻ വാരുണം കൊണ്ട് തടുത്തു. കൗബേരത്തെ ഐന്ദ്രാസ്ത്രം കൊണ്ടും നൈരുതത്തെ രാമാസ്ത്രം കൊണ്ടും തകർത്തു. ഉടൻ അവൻ ഗന്ധർവമയച്ചു. രാഘവനത് ഗൗഹികം കൊണ്ട് തടുത്തു. എങ്കിൽ പിടിച്ചോളും അസുരമെന്ന് ഖരൻ. ദൈവാസ്ത്രം കൊണ്ട് രാമൻ അതും തടുത്തു. ഐഷികം പ്രയോഗിച്ചത് വൈഷ്ണവം കൊണ്ട് കളഞ്ഞു. 3 അമ്പുകൊണ്ട് ഖരന്റെ തേരും കുതിരകളും സാരഥിയും ഇല്ലാതാക്കി രാമൻ. വലിയൊരു ശൂലവുമായി ഖരൻ ക്രോധാവേശത്താൽ രാമന്റെ നേർക്കെടുത്തു. ഇന്ദ്രദൈവതമെന്ന അസ്ത്രം ആവനാഴിയിൽ നിന്നെടുത്ത് തൊടുത്ത് വലിച്ചുവിട്ട് രാമൻ. അഗ്നിയെപ്പോൽ ജ്വലിച്ച് രാമബാണം ഖരന് നേർക്ക് പാഞ്ഞെത്തി. ഖരന്റെ ശിരസ് കഴുത്തിൽ നിന്നും വേർപെട്ട് ലങ്കയുടെ വടക്ക് ചെന്ന് വീണു. അസ്ത്രം ആവനാഴിയിൽ തിരിച്ചെത്തി. 3.25 നാഴിക നീണ്ട ഘോരയുദ്ധം അങ്ങനെ അവസാനിച്ചു. അപ്പോൾ ഗോപുരദ്വാരത്ത് വീണ തല ആരുടേതെന്ന് അന്വേഷിക്കുകയായിരുന്നു ലങ്കാവാസികൾ.